സമസ്തക്ക് ഭൂമിയോളം ക്ഷമണ്ട് എന്ന് മനസ്സിലാക്കൽ ഇതിനാണ്. അസ്സബറു നഫ്സുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ക്ഷമയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വഹാബി ഉസ്താദ് ഉണ്ടാക്കുന്നത്. ഏഹ് സമസ്ത എന്ന് പറഞ്ഞാൽ, മുഷാവറ എന്ന് പറഞ്ഞാൽ എടുക്കുന്ന തീരുമാനങ്ങൾ കീഴ്ഘടകങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഓല് ഇന്ന് പറയും അതിൻ്റെ ഒപ്പം കൂടാൻ, നാളെ പറയും അത് പിരിച്ചിട്ട് വേറെ ഉണ്ടാക്കാൻ. അതൊക്കെ ഓൾക്ക് പറയാനുള്ള അധികാരവും അവകാശവും ഇല്ലേ? കൂട്ടമായി തീരുമാനിച്ചിട്ട് പറയുന്നതാണ്. ഏഹ് ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ അയാൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നോക്കിയാണ്. മഹല്ലിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. മഹല്ലിൽ എന്തൊക്കെ സംവിധാനം വരാൻ പോകുന്നുണ്ട്. മദ്രസകൾക്ക് സംവിധാനം വരാൻ പോകുന്നുണ്ട്. ഈ വഹാബിയത്ത് ബാധിക്കുന്ന കാലഘട്ടത്തിൽ ഈ ചേകന്നൂരിസും ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ കോളേജുകളിൽ പഠിപ്പിച്ചു വിടുന്ന ഉസ്താദുമാർക്ക് തിരുത്തി കൊടുക്കാനും വേണ്ടിയിട്ട് സമസ്തയിൽ അടിയുറച്ച് നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ വേണം എന്ന് വ്യക്തി തീർക്കാൻ ആധാർ കാർഡ് വരെ ഉണ്ടാക്കേണ്ടി വരും. അതിൽ ഒപ്പിട്ടാലേ പഠിപ്പിച്ചാൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ആദ്യ ആൾക്കാരാണ് പുറത്തിറങ്ങുന്നത് പഠിച്ചാണ്ട്, ഹുദവിയായിട്ടും വാഫിയായിട്ടും. എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വോയിസ് വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. താനി വഹാബി പറയാത്ത വോയിസുകൾ ഹുദവികളായ ആളുകളും പ്രകൃതിസം ബാധിച്ച ഹുദവികളും വഹാബിയത്ത് ബാധിച്ച വാഫികളും പറയണ ഞാൻ വിട്ടുതരാം. ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിട്ടാണെങ്കിൽ എത്ര പെട്ടെന്ന് കുട്ടികൾ കേടുവരും. ഈ ദാറുലുദയക്കും ഈ വാഫി കോളേജിലേക്കൊക്കെ സമസ്തൻ്റെ ഒപ്പില്ലാതെയും SKSF-ൻ്റെ നാട്ടിലെ ഒപ്പില്ലാതെയും യൂണിറ്റിൻ്റെ ഒപ്പില്ലാതെയും ആണ്ട് എടുക്കൂലേന്. മുമ്പ് കാലങ്ങളിലൊക്കെ അങ്ങനെ നമുക്ക് അറിയണതല്ലേ. ആ ഒപ്പുകൾ വേണം. അതെന്തിനാണ്? ആണെന്ന് ഉറപ്പുവരുത്താനാണ്. എല്ലാവരും കയറ്റാൻ പറ്റൂല. ഇന്നിപ്പോൾ പോയി അക്കീം മൗലവി അക്കീം പൈസ ഉടനെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്കും പഠിക്കുക, മുജാഹിദിനും പഠിക്കുക, ആർക്കും പഠിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞിടത്ത് വരെ എത്തി. അതിനുള്ള സമസ്ത മുമ്പ് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നുമല്ല, ഇയാളെ ഉള്ള കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കും. സമസ്തൻ്റെ പ്രസിഡന്റ് ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായിട്ട് പറയണം. എന്തിനാണ് മഹല്ലിൽ അങ്ങനെ ഒരു സംവിധാനം, എന്തിനാണ് അങ്ങനത്തെ ഒരു സംഗമം? പിന്നെ സമസ്ത അല്ലാതെ സമസ്തൻ്റെ മഹല്ലിൽ പിന്നെ ആരാ പറയേണ്ടത്? വഹാബികളെ വർത്താനാണ് എന്ത്? നാട്ടുകാർ തന്ന പൈസക്കല്ലേ, അല്ല സമസ്ത പിരിച്ചിന പൈസ ഒന്നുമല്ലല്ലോ. ഇതൊക്കെ വഹാബിയത്ത് കയറി വർത്താനാണ്. ഈ നാട്ടുകാർ എന്ന് പറയുന്നതല്ലേ ഇവിടുത്തെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ മക്കള്, നമ്മളായിട്ട് ആളുകളും മറ്റുള്ള ആളുകളും വഹാബികൾ സമസ്തന്റെ പരിപാടിക്ക് പൈസ കൊടുക്കും. റോഡിന് വണ്ടി കയറി വരികയാണ്. ഇതൊക്കെ സമസ്തന്റെ മുഷാവറ തീരുമാനം മുഴുവൻ ചോർത്തി കൊടുക്കും. ഉള്ള ഫിത്തന മുഴുവൻ ഉണ്ടാക്കും. എന്നിട്ടും അയാളെ എന്തിന്റെ പേരിലാണ് നിർത്തിയതെന്ന് നമുക്കറിയില്ല. നമ്മൾ നിർത്തി നമ്മൾ അംഗീകരിക്കുന്നു മാത്രം. എന്നാണ് പുറത്താക്കണമെന്ന് തള്ളും ചെയ്യും. അപ്പൊ സമസ്തന്റെ എന്താ പറയാ, ആ ഈമാന്റെ ഇതിന്റെ സബൂറിന്റെ ശക്തിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇയാൾ ഓരോ പ്രസ്താവനയും നടത്തും സമസ്തന്റെ തങ്ങൾ പറഞ്ഞതിനെതിരെ. ആഗോള പണ്ഡിതനാണ് എന്നാണ് ഇയാൾ സ്വയം പറയുന്നത്. ഇന്നെല്ലാവരും അംഗീകരിച്ചണോ? അത് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ ഇയാൾക്ക് അങ്ങോട്ട് സ്വന്തമായിട്ട് ഒരു പ്രസിഡന്റായിട്ടാണ് പ്രഖ്യാപിച്ച് നിന്നൂടെ? എന്തിനാ ഇടങ്ങാറാണ്? എന്നിട്ട് ആളുകളുടെ ഇടയിൽ ഇതുണ്ടാക്കുക, ഫിത്തന ഉണ്ടാക്കുക. മഹല്ല് സംഗമം നടത്താൻ സമസ്ത മുഷാവറ തീരുമാനിച്ചാണല്ലേ. തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞൊന്നുമല്ലല്ലോ. ഖുതുബാഹിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് എത്ര വ്യക്തമായിട്ടാണ് ആ പ്രസംഗം. ഞാൻ 2-3 വട്ടം കേട്ടെ. എന്തൊക്കെയോ ഉൾപ്പെടുത്തിയാണ് അതിൽ പറയണത്. എങ്ങനെ പ്രസംഗിക്കണം, എന്ത് പറയണം, എങ്ങനെ സുന്നത്ത് ജമാഅത്ത് വളർത്തണം, അതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ മഹല്ല് സംഗമം ഉണ്ടാക്കാൻ പറ്റൂല. മഹല്ല് സംഗമം സമസ്തന്റെ ആളുകൾ സമസ്തന്റെ മദ്രസും പള്ളി ഉണ്ടാക്കിയാണ്ട് സമസ്തി പോയിക്കാണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമോ നാട് ചോദിച്ചാണ്. അല്ല ഇവിടെ വന്നാണ്ട് ഒരു പള്ളി മദ്രസും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പള്ളി മദ്രസും ഉണ്ടാക്കിയില്ലേ, നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് സമസ്തി രജിസ്റ്റർ ചെയ്യണ്ടോ ചോദിച്ചല്ലോ. ആ കൊടുത്ത ആളുകൾക്ക് സമസ്തന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഈ വഹാബികളാണ് ഏറ്റവും കൂടുതൽ എന്ത് പറയല്, സമസ്ത കായ് വിരിച്ച പൈസയുടെ കോടികളുണ്ടല്ലോ, സ്ഥാപനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്താ ചെയ്യണേ എന്ന് ചോദിച്ചാണ്ട് ഓൽക്കാണ് അതിൻ്റെ ബേജാറ്. കൊടുക്കൂല, എന്നാൽ കൊടുക്കണീന കൊടുക്കാൻ അയക്കൂല. അങ്ങനത്തതാണ് സമസ്ത. എന്താ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ സമസ്തൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് നമുക്ക് മനസ്സിലാവും. അത് ഓരോ കാര്യത്തിനും ഉപയോഗിക്കണം, എന്താണ്, എന്തൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെ വേണോ ഒക്കെ പറഞ്ഞുതരും. എന്നിട്ട് ഇമ്മത്തെ മുഷാവറയിലുള്ള ആളുകൾ തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പിന്നെ താഴെക്കെട്ടിലുള്ള ഈ വാഫിയാളി ഉദവിയാളിയും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നോ പുറത്താക്കേണ്ട ആളുകളാണ് ഇതൊക്കെ. സമസ്തൻ്റെ എന്താ പറയുക, അതുകൊണ്ട് മാത്രം നിൽക്കുകയാണ്, സബൂറുകൊണ്ട് മാത്രം നിന്ന് പോകുന്നു. അള്ള കാക്കട്ടെ. ഏതായാലും അസ്സലാമു അലൈക്കും. ഞാൻ വിചാരിച്ച എന്താ ഈ മഹലിനെ പറ്റിയൊക്കെ പറയണമെന്ന് വിചാരിച്ചു കൊണ്ട് കുത്തിരിക്കുന്നു. സത്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ജമിയത്തുൽ ഖുതബായിന്റെ പ്രസംഗത്തില്, അവിടെയുള്ള പ്രസംഗത്തില് മഹലുകളൊക്കെ സമസ്തന്റെ പേരിൽ തന്നെ ആവണം എന്ന് പറഞ്ഞപ്പോ സത്യത്തിൽ ആ ഒരു പ്രസംഗം ആരുടെയൊക്കെ മൂട്ടിലാണ് തീ കൊടുത്തത് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. വല്ലാത്തൊരു പടപ്പന്നെയാണ് ഈ സയ്യിദുൽ. അള്ളാഹു തആല വലിയ തൗഫീഖ് കൊടുത്തൊരു മനുഷ്യന്ന് വേണം പറയാം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
ഒരു പ്രസംഗം കൊണ്ട് ആഗോളന്റെ മൂട്ടിലാണ് വാലുമ്പോ തീ കൊടുത്ത മാതിരി മൂട്ടി തീ കൊടുക്കാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഓ, വല്ലാത്തൊരു തീ കൊടുക്കലായി പോയി. ഇനിയിപ്പോ ഉള്ളത് നിക്കക്കള്ളില്ലാതെ മാതിരി. നിക്കക്കള്ളില്ല, ഉള്ളതും പോയി. ഇത് പൊക്കണത്തിൽ ഇങ്ങനെ ഇട്ട് നടക്കാന്ന് വിചാരിച്ചിരുന്നു. മനസ്സിലായില്ല? പണ്ടൊരു ചങ്ങായി പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്, എന്താണ് എൻ്റെ അവിടെ കൂട്ടാന്ന് ചോദിച്ചപ്പോൾ രാവിലെ ഉച്ചക്ക് ചക്കക്കുരുവും മുരിങ്ങയാണ്, അപ്പോൾ വൈകുന്നേരത്തും മുരിങ്ങയും ചക്കക്കുരുവാണ്. എന്നാ മാതിരി കമ്മിറ്റി ഉണ്ടാക്കുക അവർക്ക് പണി. പിന്നെ ഓസ്ഫോജനന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ, വർക്കിംഗ് സെക്രട്ടറി ഇജ്ജ്, എന്നാ ഇനി അതിന്റെ വർക്കിംഗ് സെക്രട്ടറി ഞാനും വർക്കിംഗ് പ്രസിഡന്റും നിങ്ങളും. ഈ ഏർപ്പാടായിട്ട് നടക്കാന്നാ കരുതിയത്. ചെയ്തപ്പോ മൂട്ടിൽ തീ പൂട്ടിയത് അടുപ്പൂട്ടിയത് പലരും അറിഞ്ഞോ. ഏതായാലും ഉഷാറാട്ടെ. ജമാഅത്തെ ഇസ്ലാമിക്കും വഹാബികൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നരേഷനാണ് സമസ്തക്കാരൊക്കെ ലീഗ് വിരുദ്ധരാന്ന് പറയുന്നത്. കാരണം എന്താ, ജമാഅത്തെ ഇസ്ലാമിക്ക് ആ സ്പേസിലേക്ക്, പള്ളികളിലേക്കും മദ്രസകളിലേക്കും കടന്നു കയറണം. അതിനു വേണ്ടിയിട്ട് സമസ്തയെയും ലീഗിനെയും തെറ്റിക്കണമെങ്കിൽ മീഡിയ വൺ എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ചാനലിൽ കൂടി ഇങ്ങനത്തെ വിഷയങ്ങൾ പുറത്തുവിടണം. അതിന് കുറച്ച് ഉദവിക്കുട്ടികളും കുറച്ച് വാഫിക്കുട്ടികളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെ വെച്ചിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, സമസ്തക്കാര് ഒറിജിനൽ ലീഗുകാരാണ്, മൂരികളാണ്. സ്ഥാനം കിട്ടാണ്ട് മാറിയതും കണ്ടം പോയി ചാടിയതും മൂരികളാണ്. സമസ്തക്കാരും കണ്ടം പോയി ചാടി മത്സരിച്ചിട്ടില്ല. 100 കണക്കിന് സ്ഥാനാർത്ഥികളും മുസ്ലിം ലീഗുകാരായ മൂരികളായ കുറെ എണ്ണം മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുമുണ്ട്, ജയിച്ചോലും ഉണ്ട്. അതേസമയത്ത് ഒരു സമസ്തക്കാരനും പിന്നെ ലീഗിനെതിരെ മത്സരിക്കാൻ പോയിട്ടില്ല. ഇത് വഹാബി തീവ്രവാദികൾക്കും ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾക്കും ഇതിങ്ങനെ പറഞ്ഞു നടക്കണം. അതിന് പിന്നെ ചില ഇബ്രാഹിമിനെ പോലത്തെ കുറച്ച് പൊട്ടന്മാരായ വഹാബികളും ഉണ്ട്. സമുദായത്തിൽ ഫിത്തനയും ഫസാദും ഒന്നും ഉണ്ടാവൂലേനി. ഇത്രയും കാലം ഐതരശാദങ്ങൾ ഉള്ള കാലത്ത് വരെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. നമ്മളാരും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ആ പ്രശ്നങ്ങളൊന്നും നാട്ടിലുള്ള ഒരാളും അറിഞ്ഞില്ല. പക്ഷെ ഇദ്ദേഹം വന്നപ്പോൾ അത് തീർക്കാൻ പോലും കഴിയണില്ല. ഈ കോലത്തിലാക്കിയതിന് വലിയ ഉത്തരവാദി മൂപ്പർ തന്നെയാണ്. ആരും പുറത്തേക്ക് വിടണ്ട. എല്ലാത്തിനും മൂപ്പരെ അധികാരപ്പെടുത്തുന്നുണ്ട്. CSE വിഷയത്തിൽ 15 ദിവസം കൊണ്ട് പത്രക്കാരെ മുമ്പ് മൂപ്പര് പറഞ്ഞ് നമ്മളാരുമല്ല, നിങ്ങൾ കേട്ടില്ലേനോ, ഞാനാ നോണറിന്, ഞാൻ 15 ദിവസം കൊണ്ട് ശരിയാക്കി വരാറിന് പോയതാ. എന്തായി? മൂപ്പര് അവിടെ പോയപ്പോൾ ആട്ടിയാണ് വിട്ടില്ല മൂപ്പരെ. ഇല്ലേന്ന് നിങ്ങൾ മൂപ്പരോടും ചോദിച്ചാണ്. സെനറ്റിൽ കൂടിയിട്ട് എന്താ പറഞ്ഞത്? അത് പറ്റൂല തങ്ങളെ പറഞ്ഞണോ ഇല്ലയെന്ന് ബാബി കുട്ടികളൊന്ന് പറയട്ടെ, ഇല്ലാന്ന് പറയട്ടെ. അങ്ങനല്ലേ അവിടെ സംഭവിച്ചത്? ഇപ്പൊ മിഞ്ഞാന്നൊരാൾ ഇവിടുന്ന് പറഞ്ഞല്ലോ, അത് ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് മൂപ്പര് അതിനെന്താ ചെയ്യണ്ടേ? മൂപ്പര് രാജിച്ചു പോന്നാ പോരെ? എനിക്ക് ആ പണിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ പ്രശ്നം തരൂലേ? അപ്പൊ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ ഇതിപ്പോ മൂപ്പയ്ക്ക് ഇറങ്ങാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യാതെ മാതിരി, ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത കോലത്തിലപ്പുള്ളത്.